തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞുവെന്ന പുതിയ വാർത്ത നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കും. പക്ഷേ അമേരിക്കൻ മലയാളി സമൂഹത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ഗുരുതരമായ ചില സൂചനകളാണ് യുഎസിൽ നിന്നുള്ള പുതിയ തൊഴിൽ റിപ്പോർട്ടുകൾ നൽകുന്നത്. IT, ഹെൽത്ത് കെയർ, ബിസിനസ് മേഖലകളിൽ യുഎസിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ, പ്രത്യേകിച്ച് ജോലി മാറാൻ ആഗ്രഹിക്കുന്നവരും പുതിയ അവസരങ്ങൾ തിരയുന്നവർക്കും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട യുഎസ് തൊഴിൽ വിപണിയിലെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. പ്രത്യക്ഷത്തിൽ ജൂൺ മാസത്തിൽ തൊഴിലില്ലായ്മ നിരക്കിലുണ്ടായ കുറവ് തളർച്ചയിലുണ്ടായിരുന്ന ഒരു തൊഴിൽ റിപ്പോർട്ടിന് ചെറിയൊരു ആശ്വാസം നൽകാൻ സഹായിച്ചു. പക്ഷേ ഈ കുറവുണ്ടായത് മുഴുവൻ തെറ്റായ കാരണങ്ങൾ കൊണ്ടായിരുന്നു എന്നതാണ് സത്യം. ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് വ്യാഴാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഒരു വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 4.2% താഴാൻ പ്രധാന കാരണം വലിയൊരു കൂട്ടം തൊഴിലാളികൾ തൊഴിൽ വിപണിയിൽ നിന്ന് കൂട്ടത്തോടെ പുറത്തുപോയതാണ്. യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവരോ ആയ ജോലി ചെയ്യാൻ പ്രായമുള്ള ജനസംഖ്യയുടെ നിരക്ക് അഥവാ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് 61.5% ഇടിഞ്ഞു. ഇത് 2021 മാർച്ചിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണ്. കോവിഡ് കാലത്തെ അസാധാരണമായ തൊഴിൽ വിപണിയെ ഒഴിവാക്കി നിർത്തിയാൽ കൃത്യം 50 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നിരക്കാണിതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. തൊഴിൽ വിപണിയിലുണ്ടായ ഈ ഇടിവ് പല കാരണങ്ങളാൽ ഉണ്ടായ ഒരു വലിയ കൂട്ടത്തോടെയുള്ള പുറത്തു പോകലിനെയാണ് കാണിക്കുന്നതെന്ന് RBCയിലെ US എക്കണോമിക്സ് മേധാവി മൈക്ക് റീഡ് തുറന്നടിക്കുന്നു. തൊഴിലില്ലാത്ത തൊഴിലാളികളുടെ എണ്ണവും തൊഴിൽ വിപണിയുടെ വലിപ്പവും ഒരുപോലെ കുറഞ്ഞതിനാലാണ് തൊഴിലില്ലായ്മ നിരക്ക് 4.2% താഴ്ന്നത്. ബ്യൂറോയുടെ ഹൗസ് ഹോൾഡ് സർവേക്കുള്ളിൽ തൊഴിലില്ലാത്തവർ ജോലി അന്വേഷിക്കുന്നത് പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത് കൊണ്ട് തൊഴിൽ വിപണി നിരന്തരം ചുരുങ്ങുന്നു. ജൂൺ മാസത്തിൽ മാത്രം തൊഴിൽ ചെയ്യുന്നവരുടെയും അല്ലെങ്കിൽ ജോലിയില്ലാതെ അന്വേഷിക്കുന്നവരുടെയും അളവായ ലേബർ ഫോഴ്സ് 7,20,000 കുത്തനെ ഇടിഞ്ഞിരുന്നു. അതുപോലെ ജോലി ഇല്ലാത്തവരും ജോലി അന്വേഷിക്കാത്തവരുമായ തൊഴിൽ വിപണിക്ക് പുറത്തുള്ളവർ എന്ന് കണക്കാക്കപ്പെടുന്നവരുടെ എണ്ണം 8,32,000 ഒറ്റയടിക്ക് ഉയർന്നിട്ടുണ്ട്. കൂടാതെ ആളുകൾ പ്രവേശിച്ച ജോലികളുടെ എണ്ണം കണക്കാക്കുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് സർവേ പ്രകാരം ഈ മാസത്തിൽ 5,70,000 ജോലികളുടെ വളർച്ച കാണിച്ചപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്നവരുടെ യഥാർത്ഥ എണ്ണം കണക്കാക്കുന്ന ഹൗസ് ഹോൾഡ് സർവേ 5,07,000 ഇടിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തൊഴിൽ വിപണിയിൽ 1 ദശലക്ഷത്തിലധികം കുറവുണ്ടായിട്ടുണ്ട്. അതേസമയം ജോലി ചെയ്യുന്നവരുടെ എണ്ണത്തിൽ 1.06 ദശലക്ഷത്തിന്റെ കുറവും തൊഴിലില്ലാത്തവരുടെ എണ്ണത്തിൽ 40,000 വർധനവും ഉണ്ടായിട്ടുണ്ട്. ജനസംഖ്യയും തൊഴിലും തമ്മിലുള്ള അനുപാതം എംപ്ലോയ്മെന്റ് ടു പോപ്പുലേഷൻ റേഷ്യോ ജൂണിൽ 59% താഴ്ന്നു. ഇത് 2021 ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണ്. തൊഴിലില്ലായ്മ നിരക്ക് വെറും 1%, 10% മാത്രം വർദ്ധിച്ച് 4.2% നിൽക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പാർട്ടിസിപ്പേഷൻ റേറ്റിലെ കുറവ് കുടിയേറ്റക്കാരുടെ എണ്ണം കുറയുന്നതിനാലും ബേബി ബൂമേഴ്സും ജെൻ എക്സുകാരും വിരമിക്കുന്നതിനാലും ആണ് എന്ന് പറയാൻ ശ്രമമുണ്ട്. എങ്കിലും ജൂൺ മാസത്തിൽ ഏറ്റവും വലിയ ഇടിവുണ്ടായത് 25-നും 54-നും ഇടയിൽ പ്രായമുള്ള പ്രൈം ഏജ്, അതായത് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ള പ്രായമുള്ള തൊഴിലാളികളിൽ നിന്നാണ്. ആ നിരക്ക് 0.6% ഇടിഞ്ഞ് 83.3% എത്തി. ഇത് 2023 ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. ചില സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞത് ജൂണിലെ കണക്കുകൾ അത്ര പൊരുത്തപ്പെടുന്നില്ല എന്നാണ്. പ്രത്യേകിച്ചും ലേഷർ ആൻഡ് ഹോസ്പിറ്റാലിറ്റി, അതായത് അതിഥി സൽക്കാരവും വിനോദവും ഉൾപ്പെടുന്ന മേഖലയിലെ തൊഴിലാളികളുടെ വലിയ കുറവ് ചൂണ്ടിക്കാണിച്ച ഈ ഡാറ്റയിൽ ചില പിഴവുകൾ ഉണ്ടായേക്കാമെന്നും അവർ പറയുന്നു. എന്നാൽ ഈ പാർട്ടിസിപ്പേഷൻ റേറ്റ് കണക്കുകൾ താൽക്കാലികമല്ല, മറിച്ച് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു അപകടകരമായ ട്രെൻഡിന്റെ ഭാഗമാണ് എന്നും വിലയിരുത്തലുണ്ട്. അവസരങ്ങൾ പരിമിതമാകുന്ന ഈ കടുത്ത വിപണിയിൽ US മലയാളി പ്രവാസികൾ സുരക്ഷിതമായിരിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. അപ്സ്കില്ലിംഗ് നിർബന്ധമാക്കുക എന്നത് തന്നെയാണ് ആദ്യത്തെ കാര്യം. പരമ്പരാഗതമായ ജോലികൾക്ക് വിപണിയിൽ ഡിമാൻഡ് കുറയുകയാണ്. IT മേഖലയിലുള്ളവർ AI, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡാറ്റ അനലിറ്റിക്സ് തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക് മാറണം. ഹെൽത്ത് കെയർ മേഖലയിലുള്ളവർ സ്പെഷ്യലൈസ്ഡ് സർട്ടിഫിക്കേഷനുകൾ സ്വന്തമാക്കാനും ശ്രദ്ധിക്കുക. കയ്യിൽ മറ്റൊരു ഉറപ്പുള്ള ഓഫർ ലെറ്റർ ഇല്ലാതെ നിലവിലുള്ള ജോലി യാതൊരു കാരണവശാലും ഉപേക്ഷിക്കരുത്. കാരണം പുതിയ അവസരങ്ങൾ കുറവായതിനാൽ വിപണിയിൽ റീ എൻട്രി നടത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ലിങ്ക്ഡ്ഇൻ വഴിയും മലയാളി അസോസിയേഷനുകൾ വഴി പ്രൊഫഷണൽ കോൺട്രാക്റ്റുകൾ പുതുക്കുന്നതിനും ഒരു മാർഗമാണ്. കമ്പനികൾ പരസ്യപ്പെടുത്താത്ത ജോലികൾ കണ്ടെത്താൻ റെഫറലുകൾ സഹായിക്കും. ഇതിനു പുറമെ കുറഞ്ഞത് 6 മുതൽ 9 മാസത്തെ ലിവിംഗ് എക്സ്പെൻസസ് അടങ്ങുന്ന ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും ലിക്വിഡ് ക്യാഷായി സൂക്ഷിക്കുക. ഏറ്റവും പ്രധാനമായി വിസ സ്റ്റാറ്റസായി ബന്ധപ്പെട്ടതാണ്.
H1B, L1 വിസകളിലുള്ളവർ എപ്പോഴും വിസ നിയമങ്ങളെക്കുറിച്ചും ഗ്രേസ് പീരീഡുകളെക്കുറിച്ചും കൃത്യമായ ധാരണ പുലർത്തുക. സൈഡ് പ്രൊജക്ടുകളോ കൺസൾട്ടിംഗ് ജോലികളോ ചെയ്യുമ്പോൾ നിയമപരമായ വശങ്ങൾ ഉറപ്പുവരുത്തുക. അമേരിക്കയിലെ പ്രവാസി മലയാളികളായ നമ്മളെ സംബന്ധിച്ച് ഇത് ചെറിയൊരു മുന്നറിയിപ്പല്ല. അവസരങ്ങൾ പരിമിതമാകുന്ന ഈ കടുത്ത വിപണിയിൽ അനാവശ്യമായ ജോലി മാറ്റങ്ങൾ ഒഴിവാക്കി പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ച് നമ്മുടെ കരിയർ സുരക്ഷിതമാക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരേയൊരു വഴി.